ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആവണി ഹൗസ് വേൾഡ്. അപ്പം ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്ന യൂട്യൂബിലിടാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്ക് അറിഞ്ഞൂടാ എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്നൊന്നും. അപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കാം. പിന്നെ ഞങ്ങൾ ഇന്ന് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒന്ന് കറങ്ങാൻ പോകുന്നതെന്ന് വിചാരിച്ചാൽ. അപ്പം ഇന്ന് അവധിയായിരുന്നു. ഇത് എന്നെടുത്ത പൂജവെപ്പിൻ്റെ സമയത്തെടുത്തതാണ്. അപ്പോൾ കണ്ടോ എല്ലാവരും ഉണ്ട്. പക്ഷെ ഇതിന് മുമ്പ് കുറേ വീഡിയോ ക്ലിപ്പൊന്നും ഞാൻ എടുക്കാൻ മറന്നുപോയി. നമ്മൾ അവളുടെ ബർത്ത്ഡേക്കാണ് പോയത്. അപ്പം ഗിഫ്റ്റ് മേടിച്ചായിരുന്നു, അതൊക്കെ എടുക്കാൻ മറന്നുപോയി. ഇപ്പം സംഭവം നമ്മൾ അവളെ വീട്ടിൽ എത്തി. അപ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് കാരണം നമ്മളെ കണ്ട ആ ഒരു രീതിയിൽ ഒരുത്തി ഓടി വരെയാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത്. ബാക്ക്ഗ്രൗണ്ടിൽ കുറേ സൗണ്ട് ആയതുകൊണ്ട് അത് ഞാൻ ഓടി തളർന്നു വന്നിരിക്കുന്ന ദിയ. ഇപ്പൊ നമ്മൾ എവിടെ പോവുകയാണ്? ദിയയുടെ വീട്ടിൽ. എങ്ങോട്ടൊക്കെ പോകണം? ഇവിടെയാണ് തോടുള്ളത്. ഇവിടെ ഇവിടെയൊക്കെ ദിയ ആവണിയുണ്ട്. ബീച്ചിൽ പോയിട്ടുണ്ടെന്നുണ്ട്. തോട്ടിലിറങ്ങാൻ നമ്മൾ തോട്ടിച്ചാടാൻ വേണ്ടി രമണീയമായ സ്ഥലമാണിത്. വാഴ, തോട്, വാഴ. ഇതിനകത്ത് ആ വീഡിയോയിൽ വോയിസ് ഉണ്ടായിരുന്നു, പക്ഷേ ഇതിനകത്ത് എന്തിനാ പറ്റിയിട്ട് ആ വോയിസ് ഒന്നും ക്ലിയർ അല്ല. അപ്പം ഞാൻ വിചാരിച്ച് ഇതിന് വോയിസ് ഓവർ കൊടുക്കാം. ഇവിടെ വരെ ഇങ്ങനെ പറയുന്നത് നമുക്ക് ഇനി എല്ലാവരും വീട്ടിലിങ്ങനെ പോയി വീഡിയോസ് എടുക്കാം. പക്ഷെ നമുക്ക് അവധിയില്ല, അതാണ് മെയിൻ വിഷയം. നാട്ടുകാർക്ക് എല്ലാവർക്കും നമ്മളെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. എല്ലാവരും നല്ലതായിട്ട് നമ്മളെ നോക്കുന്നുണ്ട്. നല്ല അഭിപ്രായമാണ്. നമ്മൾ ഈ തോട്ടിൽ വരാനാണ് അവിടെ നിന്ന് ഇവിടെ വരെ വന്നത്. പിന്നെ അവളെ ബർത്ത്ഡേ സെലിബ്രേറ്റും ചെയ്യണം. അപ്പോൾ അവൾ ഈ തോടൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാണ് നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവരുന്നത്. പിന്നെ പക്ഷെ നല്ല അടിപൊളി സ്ഥലം, നല്ല പച്ചപ്പും ഹരിതാമ്പും. ഭയങ്കര തണുപ്പാണ് അവിടെ നിൽക്കുമ്പോൾ തന്നെ, കാറ്റും. പിന്നെ അവൾ ഇവിടുത്തെ പെരടങ്ങളെല്ലാം പരിചയപ്പെടുത്തി തരുന്നു. അത് അവരുടെ ആയിരുന്നു, അതുവരെ അങ്ങനെയൊക്കെ പറഞ്ഞു തരികയാണ്. പിന്നെ അവൾ പറഞ്ഞത് എല്ലാം എൻ്റെയാണ്, അങ്ങനെ പറയുമല്ലോ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംസാരിച്ച് ഇങ്ങനെ വരെയായിരുന്നു. നമ്മളപ്പോഴും ദിയയുടെ വീട്ടിലെത്തി. അപ്പോൾ ഇവിടുന്ന് ആ കാർ എടുക്കുന്നില്ലേ, ആ സൈഡ് അങ്ങോട്ടാണ് അതാണ് അവരുടെ വീട്. അപ്പോൾ അവളിങ്ങനെ പറയുമായിരുന്നു, ഇനി നമ്മളെ തിരിച്ചവൾ കൊണ്ടാക്കാം. പിന്നെ പോയതെല്ലാം ഒരു വലിയ കഥയായിരുന്നു. ഇവിടം വരെ നല്ല കണക്ക് പോയി, പിന്നെ അങ്ങോട്ട് മൊത്തം കഥയാണ്. പക്ഷെ ഞാൻ കുറേ ക്ലിപ്പൊന്നും എടുത്തില്ല, കുറേയൊക്കെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു. നമ്മൾ ഭയങ്കര ഇതായിട്ടിരിക്കുമ്പോൾ വീഡിയോ എടുക്കാൻ നമ്മൾ മറന്നു. അങ്ങനെ അപ്പോൾ നമ്മളെല്ലാവരും അവളെ വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ്. വീട്ടിലിരുന്ന് വെള്ളവും കുടിച്ച് അവൾക്കൊരു ഗിഫ്റ്റ് മേടിച്ച്, ഗിഫ്റ്റും കൊടുത്ത്. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല, അതൊക്കെ എടുക്കാൻ മറന്നുപോയി. പിന്നെ അവൾ പറഞ്ഞ് അവിടെ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ് വന്ന് ഫോൺ വരെ ഷേക്കായിപ്പോയി. നമ്മൾ ഓടിയതാണ്. അപ്പോൾ ഒരാൾ അവിടെ നിന്ന് സ്റ്റൈലൊക്കെ കാണിച്ച് പോകുന്നുണ്ട്. അപ്പോൾ അവൾ അങ്ങോട്ട് കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങോട്ട് പോവുകയാണ്. ഇവിടെ ഇവിടെ മൊത്തം നല്ലൊരു, അവിടെ കുറേ നേരം നമുക്ക് അങ്ങനെ ഇരിക്കാൻ തോന്നും. നല്ല രസം നടത്തുന്ന ഒരു കുട്ടി. അത് കൊള്ളാം. ഇതിനകത്തും ബ്ലാക്ക് തുമ്പിയാണ് ഗൈസ്. തുമ്പി കല്ലെടുപ്പിച്ചാല് ഇത് കല്ലെടുക്കണ സാധനമല്ല, പാവം കിട്ടും. തോട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. പക്ഷെ ആ തോട് മൊത്തം ഇവളുമാര് കലക്കി. ഞാനല്ല, നീ അപ്പുറത്ത് എവിടെയോ എന്തൊരു ആലോചിച്ച് പോണൊരു പെങ്കൊച്ച്. ഇനി നമ്മൾ അടുത്ത തോട്ടിൽ പോവുകയാണ് സുഹൃത്തുക്കൾ. അത് കൊള്ളാല്ലേ? അല്ലേ, ഫോട്ടോ എടുക്കാൻ ടെറഡോഫൈറ്റ് അല്ല. ഇവിടെ സയൻസിന്റെ ബുജ്ജ. ഇവിടെ ഇറങ്ങാൻ പറ്റത്തില്ല. ഇവിടെ എങ്ങനെ ഇറങ്ങും? ഇതാണ് ആമി. അവളുടെ വെറൈറ്റി പോസുകളാണ് നിങ്ങളീ കാണുന്നത്. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അവിടെ നിന്ന് കണ്ട് തിരിഞ്ഞ് നടന്ന് ഇതിൻ്റെ ഇടയിൽ ദിയയുടെ മാമ നമുക്കൊരു ഐസ്ക്രീമൊക്കെ വെക്കേണ്ടി വന്ന്. അത് തുറന്നത് മാത്രം ഓർമ്മയുണ്ട്, അപ്പോഴേ തീർന്നു. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ പായസം ഉണ്ടാക്കി അങ്കിള്, അതും കടലപ്പായസം ഒന്നും കിടിലായിരുന്നു. അതും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സദ്യ ഉണ്ടാക്കി അതും കഴിച്ചൊന്നും, ഫുഡൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ മറക്കും. പിന്നെ അവിടെ നിന്ന് നമ്മളൊരു വെള്ളച്ചാട്ടം കാണിക്കാമെന്നും പറഞ്ഞ് കൊണ്ടുവന്നതാണ്. അവസാനം പകുതി വഴിക്ക് മഴയത്ത് നമ്മളിവിടെ കയറി ഇങ്ങനെ നിന്നു. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ കയറി നിന്ന് അപ്പുറേ വെള്ളച്ചാട്ടത്തിലോട്ട് പോയി. പക്ഷേ ഭയങ്കര വലിയ വെള്ളച്ചാട്ടമൊന്നുമല്ല, ഇതിൽ നോക്കുമ്പോൾ തന്നെ അറിയാം. അത്ര വലിയ വെള്ളച്ചാട്ടമൊന്നുമല്ല. പക്ഷേ ഇതിൽ നിന്ന് നോക്കുമ്പോൾ
ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ടാണ് വെള്ളം ഒഴുകുന്നത്. പക്ഷേ അത് കുറച്ച് സ്ലോപ്പാണ്. അപ്പോൾ അത് നേരിട്ട് കാണാൻ നല്ല രസമാണ്. ഇങ്ങനെ വെള്ളച്ചാട്ടം കണക്ക് ഒരു ചെറിയ മിനി വാട്ടർഫാൾസ് എന്നൊക്കെ പറയാം. അത് നല്ല രസമായിരുന്നു. പിന്നെ നല്ല ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ചെന്നപ്പോൾ നല്ല ക്ലിയർ വാട്ടറായിരുന്നു. പിന്നെ ആയപ്പോൾ അത് മൊത്തം ചെളിയായി അങ്ങനെയായി. പിന്നെ കുറേ അവളുമാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. നമ്മളവിടെ നിന്നപ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ ഒരു വാഴ ഉണ്ടായിരുന്നു. ആ വാഴയുടെ ഇടയിൽ എല്ലാവരും കൂടി കയറി നിന്ന്. ഞങ്ങൾ ഒരു കുടയുള്ളായിരുന്നു. ആ കുടയും വെച്ച് നമ്മൾ അവിടെ അത്രയും നേരം നിന്ന്. ഉണ്ട്. പക്ഷെ നല്ല വെള്ളമായിരുന്നു. നമ്മൾ വന്ന് കൊളാക്കിയതല്ല. അമ്മേ പിന്നെ നമ്മൾ ആ മഴയത്ത് എങ്ങനെയോ റോഡിൽ കയറി കണ്ട ബസ്സിന് കൈ കാണിച്ച് അവളുടെ സ്റ്റോപ്പിൽ ഞാൻ എൻ്റെ സ്റ്റോപ്പിൽ ഇറങ്ങി. പിന്നെ എല്ലാവരും അവരവരുടെ വീട്ടിൽ പോയി. അപ്പോൾ ഔട്ടോ എടുക്കാൻ മറന്നു. സോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.